Hello guys, welcome back to Ocean Vlogs. നമ്മളിന്ന് ഇന്ന് മെസ്സി വരണ്ടെന്ന് പറഞ്ഞ ഡൽഹിയിൽ കാണാൻ പറ്റൂല എന്നറിയാൻ പാടില്ല, പക്ഷെ ഭയങ്കര ആഗ്രഹമാണ്. ഇവിടം വരെ വന്നിട്ട് ഒന്ന് കാണാൻ ഒരു ഗ്ലിംസ് ഒന്നൊരു മിന്നായം പോലെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നെ കാണാൻ പറ്റൂലെന്നറിയില്ല, എന്താണെങ്കിൽ ഈ വീഡിയോസും കാര്യങ്ങളും വരുന്നതായിരിക്കും. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകണേണ് ഗൈസ്. ഓക്കെ, അമ്പല ഗൈസ്. ഞങ്ങൾ ഏതൊരു വഴിക്ക് എങ്ങനെ കയറുക, എന്താ പരിപാടി എന്ന് അറിയാൻ മേല, കയറി കിട്ടിയ പൊളി. ഗായ്സ്, നമ്മളെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയേക്കാണ്. മെസ്സി എത്തിയിട്ടില്ല ഇതുവരെ. മെസ്സിയുടെ ഫ്ലൈറ്റ് ഒക്കെ ഡിലേ എന്ന് പറഞ്ഞു. നേരിട്ട് കണ്ടു കഴിഞ്ഞാ ചെറിയൊരു സ്റ്റേഡിയവും നമുക്ക് അത്യാവശ്യം എന്റെ കയ്യൊക്കെ ഇറക്കണില്ല, അത്യാവശ്യം നമുക്ക് അടുത്ത് കാണാം. ഏതാണ്ട് ഈ വഴിക്ക് വരുള്ളൂ, അടുത്ത് തന്നെയാണ്. വെയിറ്റിംഗ് ആണ്, എക്സൈറ്റഡ് ആണ്. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. Oh bye.
Messi! 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 Guys. Oh guys, മെസ്സിനെ കണ്ടു. അപ്പൊ ഗായ്സ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ. അയ്യോ ഇത് എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയാൻ പല. ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല ഗൈസ്. എനിക്ക് മെസ്സിനെ കാണാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷ ഉണ്ടായില്ല. ഞാൻ വീഡിയോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പോണം, എങ്ങനെയെങ്കിലും ഒന്ന് വണ്ടിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ കാരണം ടിക്കറ്റ് പോലും ഞാൻ എടുത്തിട്ടുണ്ടായില്ല. ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തൊന്ന് മെസ്സിനെ കാണണം എന്നുള്ളൊരു ഇത് വെച്ച് മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷേ എനിക്കറിയില്ല ഗൈസ്, അതാ നമുക്ക് ജീവിതത്തിൽ എന്ത് കാര്യങ്ങളുണ്ടായാലും ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും, ഇത് ചെറുതല്ല, ഇത് ഡിസംബർ 15, 2025 ഞാൻ മറക്കാത്തൊരു ദിവസമായിട്ട് ഞാൻ മാറും. ഞാൻ മാത്രമല്ല, ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഈ മെസ്സിനെ നേരിട്ട് കണ്ട ആൾക്കാർക്ക് കാരണം ഞാൻ ചിന്തിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുമോ, ഇവരൊക്കെ അവിടെ മെസ്സി, റൊണാൾഡോ, കാരണം ഞാൻ ആരെയും വേർതിരിച്ച് ഞാൻ പറയാനില്ല, റൊണാൾഡോ ഇഷ്ടമാണ്. കാരണം നമുക്കില്ലാത്ത കഴിവ് അവർക്കുണ്ട്. അപ്പൊ നമ്മൾ
അവരെ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഒരാൾ നല്ലത് ഒരാൾ മോശം എന്ന് ഒരിക്കലും പറയാനില്ല. പക്ഷെ എന്തോ പണ്ട് എനിക്ക് റൊണാൾഡോനായിരുന്നു ഭയങ്കര കാര്യം. പക്ഷെ ഏതോ ഒരു മൊമെന്റിൽ മെസ്സി എന്ന് പറഞ്ഞ ഒരാളായിട്ട് ഞാൻ പോലും അറിയാതെ ഞാൻ എനിക്ക് ഭയങ്കര ഒരു ആരാധന എന്തൊക്കെയോ തോന്നി. പക്ഷെ റൊണാൾഡോനെ എനിക്ക് ഇഷ്ടമാണ്. പുള്ളി വന്നാലും ഞാൻ ഇതേപോലെ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പോയി കാണും, അതിനൊരു സംശയമില്ല. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ ചെല്ലുമ്പോഴേ ഞാൻ ബൈക്കിലാണ് പോയി, റാപ്പിഡോ ബൈക്കിന്. ഞാൻ ബ്ലോക്ക് ഉണ്ടാവും അറിയില്ല, കാരണം ചെറിയ ആളൊന്നുമല്ല വന്നെ. അതുകൊണ്ട് ഞാൻ റാപ്പിഡോ ബൈക്ക് എടുത്ത് പോയി. പക്ഷെ എന്നിട്ടും ബൈക്കിന് പോലും അനങ്ങാൻ പറ്റാത്ത അത്രയും തിരക്കായിരുന്നു അവിടെ ഉണ്ടായത്. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി. എനിക്ക് അപ്പോഴും ഒരു ഐഡിയ പോലും ഇല്ല. ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത്, അതായത് എൻ്റെ ആൻറ്റി പുള്ളിക്കാരത്തുള്ള ഉണ്ടായതുകൊണ്ട് മാത്രം ആണ് ഞാൻ പോയി കണ്ടത്. പിന്നെ ടിജോ ബ്രോ, എൻ്റെ ചേട്ടൻ, പുള്ളി. കാരണം ഞാൻ രാത്രി കിടക്കുമ്പോഴാണ് ഞങ്ങൾ അറിയണത് ഡൽഹിയിൽ വന്നിട്ടുണ്ടെന്ന്. ലാസ്റ്റ് വിസിറ്റ് ഡൽഹിയിലാണെന്ന് തലേന്ന് കിടക്കുമ്പോഴാണ് ഞാൻ അറിയണത്. ഈ മാനിഫെസ്റ്റേഷന്റെ പവർ എന്ന് പറയുന്നത് ശരിക്കും ഗൈസ് അതുള്ള ഒരു കാര്യമാണ്. കാരണം ഞാനത് മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോഴേ പാർക്കിലൂടെ വന്നേക്കണേ, ഞങ്ങളുടെ സൊസൈറ്റിയിലെ പാർക്കിൽ വന്നേക്കണേ. നേരത്തെ വീഡിയോ വെച്ചെടുത്ത് കാക്കപ്പീട്ട് തൊട്ടടുത്ത്, പിന്നെ റിസ്ക് എടുക്കണ്ടല്ലോ എന്നോർത്ത് പൊസിഷൻ വേറെ സ്ഥലം മാറ്റി പിടിച്ചതാ. അപ്പോ ഞാൻ പറഞ്ഞ എന്നിട്ട് ഞാൻ കാണാൻ പറ്റുമെന്നൊന്നും വിചാരിക്കാതെ ഞാൻ ചെല്ലണത്. കാരണം ആൻറ്റി അവിടെ ഇവിടുത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ HR ആണ് പുള്ളിക്കാരത്തി. അപ്പോ ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആൻറ്റിയുടെ ഒരു ഷെയ്ഡ്സ് വീട്ടിൽ വെച്ച് മറന്നു പോയിട്ട് തൊട്ടടുത്ത് തന്നെ ഈ സ്റ്റേഡിയത്തിന് നിയർ ബൈ ഒരു 600 meters മാത്രമേ ഉള്ളൂ. അപ്പോ ആൻറ്റിക്ക് അതുകൊണ്ട് കൊടുക്കാൻ പോകുമ്പോ ആൻറ്റി എന്നോട് പറഞ്ഞു, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ടിക്കറ്റിന്റെ കാര്യം എന്ന് പറഞ്ഞു. ഉള്ളിലുണ്ട് ഒരു ഗ്ലിംസ് ആയിട്ടെങ്കിലും കാണണമെന്ന്, ഒരു മിന്നായം പോലെങ്കിലും കാണണമെന്ന്. പക്ഷേ ആ സമയത്ത് ആൻറ്റിക്ക് ഉള്ള കോണ്ടാക്ട്സ് ഒക്കെ വെച്ചിട്ട് പുള്ളിക്കാരത്തിയുടെ ഡ്രൈവർ പുള്ളിക്കാരൻ്റെ അടുത്ത് തന്നെ ഏൽപ്പിച്ച് പുള്ളി എന്നെയും കൊണ്ട് പോയി. എല്ലാവർക്കും കാരണം ഞാൻ അത്രയും ബ്ലെസ്ഡ് ആണ്. കാരണം മാനിഫെസ്റ്റേഷന്റെ പവർ ഉണ്ട്. കാരണം എന്താ പറയാ, എനിക്ക് പറയാൻ പറ്റില്ല. മെസ്സിനെ കണ്ട് ഇറങ്ങിയ ടൈം മുതൽ ഞാൻ കരയണായിരുന്നു. എന്താന്ന് എനിക്കറിയില്ല. ഇത്രയും കോടി ജനങ്ങളുള്ള ഈ നാട്ടില് കുറച്ച് ആൾക്കാർക്കൊക്കെ മാത്രമേ, കാരണം 100%-ൽ 2% ആൾക്കാർ പോലും കണ്ടിട്ടില്ല നേരിട്ട്. 1% ആൾക്കാർ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ആ 1%-ൽ ഞാനുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ അത്രയും ബ്ലെസ്ഡ് ആണ്. പിന്നെ ചെറുപ്പം മുതലേ ഈ റൊണാൾഡോനെയും മെസ്സിനെയും കാണണം എന്നുള്ളൊരു ആഗ്രഹം വെച്ചെടുക്കുന്ന ഒരാൾക്ക് എങ്ങനെ കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഐഡിയ പോലും ഇല്ലാത്ത ഒരാൾക്ക് ഇത് നേരിട്ട് കണ്ട് പുറത്തിറങ്ങിയ സമയത്ത് എനിക്ക് സന്തോഷം കൊണ്ട്, കാരണം ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു ആളാണ്. എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് എൻ്റെ കണ്ണ് നിറയും, സന്തോഷം വന്നാലും എൻ്റെ കണ്ണ് നിറയും. എന്നിട്ട് എന്നെ പുള്ളി കൊണ്ടുപോയി ഗേറ്റ് നമ്പർ 5 അവിടെ വെച്ചിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യണേ. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്പോഴും ഒരു നെഞ്ചിരിപ്പുണ്ട്. കാരണം ആ ഒരു മൊമെന്റ് ആയപ്പോഴേക്കും എനിക്കൊരു ഇതായി, കാണാൻ പറ്റും, നേരിട്ട് കാണാൻ പറ്റും, അടുത്ത് കാണാൻ പറ്റും എന്നുള്ളൊരു ഇതില് എക്സൈറ്റഡ് ആയിട്ട് കുറെ നേരം നിന്നിട്ടും ഒരു പ്രോഗ്രസ്സും ഇല്ല. കാരണം പുള്ളി ആരൊക്കെ വിളിക്കുന്നുണ്ട്, ഫോൺ എടുക്കണില്ല. അപ്പൊ ആ ഒരു ടൈം വന്നപ്പോ എനിക്ക് പിന്നെയും ടെൻഷനായി. അയ്യോ ഇത്ര ആഗ്രഹിച്ചു പോയല്ല, കാണാൻ പറ്റൂലേ എന്നുള്ളൊരു ഇത് വന്നിട്ട് ഒരു മൊമെന്റ് ഗൈസ്. അതായത് ഗേറ്റ് നമ്പർ 5 നോർമൽ എല്ലാവർക്കും കയറാൻ വേണ്ടിയിട്ടുള്ളൊരു വേ ഉണ്ട്. അതല്ലാതെ ഞാൻ കയറിയത് സ്പെഷ്യൽ ഒരു വഴിയാണ്, സ്പെഷ്യൽ എൻട്രൻസ്. അതായത് ഈ പോലീസുകാരൊക്കെ വന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് കഴിക്കണ ഒരു ഏരിയ ഉണ്ട്. റെസ്റ്റോറന്റ് പോലെ ഇരിക്കും, നമ്മുടെ നാട്ടിലെ കാണുന്ന ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ പോലത്തെ ഒരു റെസ്റ്റോറന്റ് പോലെ ഇരിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒരു കോൾ, ടിക്കറ്റ് പോലും ഇല്ല എനിക്ക്, ജസ്റ്റ് ഒരു കോളിൽ അവിടുത്തെ സെക്യൂരിറ്റി എന്നെ അകത്ത് കയറ്റി. അവിടെ പോലീസുകാരുടെ ഒപ്പം ഇരുന്ന് എനിക്ക് പിന്നെ അതിന്റെ അകത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായില്ല. സ്റ്റേഡിയത്തിന്റെ അവിടെ എടുക്കാം, പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായില്ല. കാരണം ഞാൻ ഈ വീഡിയോ പിടിക്കുന്ന സമയത്ത് ഒരു 3 സെക്കൻഡ് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് പറഞ്ഞ് പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഗൈസ്, ഡൽഹി പോലീസ് എങ്ങനെ വന്നാലും 80% പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അത്രയും ക്രൗഡ് പോലീസുകാരുടെ ഒപ്പം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ 12 മണി സമയം കഴിഞ്ഞെങ്കിലും പൂരി, സബ്ജി, അങ്ങനെ എന്തോ കറിയൊക്കെ ഉണ്ടായി. അപ്പോൾ അതെനിക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റി. അങ്ങനെ അവിടെ പോയി നിന്ന് സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ കയറി അവിടെ വെയിറ്റ് ചെയ്യണേ. കാരണം ഞങ്ങൾ ഇരുന്ന ഏരിയ മാത്രമായിരുന്നു കുറച്ച്
സ്പേസ് കുറവുള്ളത്, ബാക്കി എല്ലാം ഭയങ്കര സ്പേസ് ആയിട്ട് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഞാൻ അവിടെ പോയിരുന്ന് ഞാൻ പുറത്തിരുന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കണേ മെസ്സി ഉള്ളിലേക്ക് കയറി അയ്യോ എന്നുള്ള രീതിയിൽ നിൽക്കണേ. പക്ഷെ എന്തോ എന്റെ ഭാഗ്യമാണ് എന്താന്ന് എനിക്കറിയില്ല, മെസ്സിയുടെ ഫ്ലൈറ്റ് ഡിലേ ഇവിടെ ഈ സ്മോഗ് കാരണം, പൊല്യൂഷൻ കാരണം ഫ്ലൈറ്റ് ഡിലേ ആയി. ഞാൻ അവിടെ ഇരുന്ന് 12:30 ഞാൻ അവിടെ 1 മണിക്ക് ഞാൻ സ്റ്റേഡിയത്തിന്റെ ഒഫീഷ്യലായിട്ട് ആ സീറ്റിൽ വന്നിരുന്നിട്ട് 3:30-4 മണിയായപ്പോഴാണ് ഒഫീഷ്യലി മെസ്സി അവിടെ എൻട്രൻസ് ചെയ്യണത്. അതൊക്കെ ഒരു കാഴ്ചയായിരുന്നു. അത്രയും സ്റ്റേഡിയം, അത്ര ആൾക്കാരുടെ വികാരം, ആ ഒരു മനുഷ്യന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരുന്നിട്ട്. അപ്പൊ അതിനിടയ്ക്ക് അനൗൺസ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്, മെസ്സിയുടെ ഫ്ലൈറ്റ് ഡിലേ ആണ്. അപ്പൊ എല്ലാവരും കൂടി കൂല് കാര്യങ്ങളും ഭൂന്ന് ഒച്ചയൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു മാച്ച് നടന്ന്, ആരൊക്കെന്നറിയില്ല, ഒരു ടീം ഒരു ഇതായിട്ട് നല്ലൊരു കോർഡിനേഷൻ ആയിരുന്നിട്ട് ഇവരുടെ ഓർഗനൈസേഷൻ നടത്തിയത്. എന്നിട്ട് അവിടെ ഒരു മാച്ച് നടന്ന് അപ്പോഴും വന്നിരുന്ന സ്ഥിതിക്ക് എന്താണ് ഇരുന്ന് കാണാൻ. എനിക്കാണെങ്കിൽ ഉറക്കം തന്നെ അവിടെ ഇരുന്നിട്ട്, കാരണം എണീറ്റപാടെ പോയി രാത്രി ലേറ്റ് ആയിട്ടൊക്കെ കിടന്ന എന്തോ ഉറക്കം തന്നെ ഉണ്ടായിരുന്നു. ഇടക്കിടക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടിണീക്കും, മെസ്സി വന്നാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ഒരു മൊമെന്റ് ഗായ്സ്, ആ സ്ക്രീനില് പുറത്തൊരു മെർക്ക് വന്ന് നിർത്തിയേക്കണേ, ബെൻസ് കാറ് വന്ന് നിർത്തി. അപ്പൊ തന്നെ മനസ്സിലായി ആളെത്തി. സ്റ്റേഡിയം അപ്പൊ തന്നെ എണീറ്റ്, ഇരുന്നേച്ചെടുത്തുനിന്ന് എല്ലാവരും എണീറ്റ്. എന്നിട്ട് ആ ഒരു മൊമെന്റ് ഉണ്ട് ഗൈസ്. ഫസ്റ്റ് ഞാൻ കാണുന്ന സീൻ എന്ന് വെച്ചാൽ ക്യാമറമാൻ ഇങ്ങനെ പുറകിലേക്ക് നടന്നു തന്നെ അപ്പൊ തന്നെ നമ്മുടെ മൈൻഡിലുണ്ട്. നേരെ വന്ന് ഞാൻ സ്ക്രീനിൽ നോക്കണില്ല, കാരണം സ്ക്രീനിൽ നോക്കിയാൽ നമുക്ക് ക്ലോസ് ആയിട്ട് കാണാം. മറ്റേത് കുറച്ച് ലോങ് ആണെങ്കിലും എനിക്ക് ആ ലോങ് തന്നെ കാണണമെന്നായിരുന്നു. ആ 3 പേര്, ലൂയിസ് സുവാരസ്, ലയണൽ മെസ്സി, റോഡ്രിഗോ ഡി പോൾ. ഓ ഭായ്, ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ്, ഒന്നും പറയാനില്ല. ബർത്ത്ഡേക്ക് ഞാൻ കസോള് പോയതിൽ ഞാൻ എന്തുകൊണ്ടും ഹാപ്പി ആയത് ഈ ഒരു മൊമെന്റ് ആയിരുന്നു. സന്തോഷം കൊണ്ട് എനിക്ക്, അതായത് ആ എക്സൈറ്റ്മെന്റിന്റെ ആ ഒരു മൊമെന്റ്. മെസ്സി ഇങ്ങനെ റൗണ്ട് അടിച്ച്, ഞാൻ ആദ്യം അങ്ങ് ദൂരെ പോയത്, ഞങ്ങൾ ഇരിക്കണ ഏരിയ വരാതെ പോയി. പക്ഷെ എനിക്ക് കിട്ടിയ ഏറ്റവും, എനിക്കെന്നല്ല ഞങ്ങളുടെ ആ ഒരു സെക്ഷനിൽ കിട്ടിയ ആൾക്കാർക്ക് ഫുള്ള് കിട്ടിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ നേരെ ഒരു 100 മീറ്റർ മുമ്പിൽ തന്നെ ആയിരുന്നു ഒരു സ്റ്റേജ് വെച്ചത്. മെസ്സി പ്രസംഗിക്കണം. നിങ്ങളിപ്പോൾ ഇൻസ്റ്റയിൽ കുറെ റീലൊക്കെ കണ്ടിട്ടുണ്ടാവും, മെസ്സിയുടെ മറ്റേ ഇത് മെസ്സി വന്നിട്ട് സ്പീച്ച്, ഫൈനൽ സ്പീച്ച് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്, ആ ഒരു പിങ്ക് ജേഴ്സിയിൽ. ഓ ബായ്, അത് ഓരോ റീല് കാണുമ്പോഴും ഉണ്ടല്ലോ, ഞാൻ സന്തോഷം കൊണ്ട് എനിക്ക് ഇത് തന്നെ. ഞാൻ അപ്പോഴും ഓർക്കണത്, ഈ പിള്ളേർക്ക് ഷെയ്ക്കാൻ കിട്ടിയ പിള്ളേര് അവരുടെ ഒപ്പം കളിച്ച് അവരൊക്കെ എന്തൊരു ബ്ലെസ്ഡ്. അവർക്ക് മരിക്കണവരെ അവർക്ക് ഞാൻ ഒരു മെമ്മറി കൊണ്ട് നടക്കാം. അവരൊക്കെ ശരിക്കും അത്രയ്ക്ക് ബ്ലെസ്ഡാണ്. ഷെയ്ക്കാൻഡ് അവർ മെസ്സിയുടെ ഒപ്പം കളിച്ച്, പിന്നെ കുറെ പേർക്ക് ബോളൊക്കെ കിട്ടി. പക്ഷെ എനിക്ക് അതൊന്നും വേണ്ടായിരുന്നു, എനിക്ക് മെസ്സിനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ഒരു മിന്നായം പോലെ കാണണമെന്ന് ഓർത്ത് പോയ ഞാൻ രാത്രി മാനിഫെസ്റ്റ് ചെയ്ത് കിടന്ന്, കാണാൻ പറ്റും മിന്നായം പോലെങ്കിലും ഞാൻ കാണണേന്നല്ല, മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുത്തിക്കുക, ആണ് ശരിക്കും സംഭവം. ഞാൻ കാണും, ഒരു മിന്നായം പോലെയെങ്കിലും ഞാൻ കാണുമെന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്ത കാര്യം. പക്ഷെ ഇത്രയും അടുത്തെനിക്ക് കാണാൻ പറ്റുന്ന ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. ആന്റീനെ വന്നപാടെ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത്, അയ്യോ. എന്നിട്ട് അവസാനം ഫൈനലി മെസ്സി കറങ്ങി നമ്മുടെ അടുത്ത് കൂടി വന്നിരുന്നു ഗൈസ്. ശരിക്കും ആ ടൈമിൽ നിങ്ങൾക്ക് അതിന്റെ ഈ വിഷ്വൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കാണാം. ചില സമയത്ത് ഫോൺ വല്ലയിടത്തൊക്കെ വെക്കണേ, കാരണം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് മെസ്സിനെ കാണണേ. പകുതിയും ഞാൻ ഫോണിൽ കൂടി നോക്കിയ സമയത്ത് എനിക്കൊരു ഇത് കിട്ടി. ഞാൻ കണ്ണുകൊണ്ട് മര്യാദ ഫോണിൽ ഞാൻ എടുത്ത് വീഡിയോ, നമ്മുടെ ഒരു മെമ്മറിക്കായിട്ട് വേണമല്ലോ, അതിനെടുത്ത്. പക്ഷെ അതിനും വലുത് നമ്മുടെ മൈൻഡ് വേണമല്ലോ എന്ന് ഓർത്ത് പിന്നെ ഫോൺ അങ്ങോട്ട് മാറ്റി. ചില മൊമെന്റ്സ് ഒന്നും ഞാൻ എടുത്തില്ല. മെസ്സിയുടെ ചെറിയൊരു ജഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ അതിൽ തന്നെ മെസ്സിനെ തന്നെ നോക്കിയിരിക്കണായിരുന്നു. അവസാനം കുറെ പരിപാടി, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി കൊടുത്ത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഫുട്ബോൾ ഇത്രയും അതപ്പതിച്ചു പോയെന്ന്, അറ്റ്ലീസ്റ്റ് ആ ഇന്ത്യയുടെ ഫുട്ബോൾ ടീമിന്റെ ജേഴ്സിയെങ്കിലും കൊടുക്കായിരുന്നു. ഇതെന്താ, വേൾഡ് കപ്പ് ഉണ്ട് കാണിക്കാൻ ഒരു ഇതുണ്ടെന്നും പറഞ്ഞ് കൊടുക്കണേ. ഫുട്ബോൾ താരങ്ങളാണ്, എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞാൽ, പലർക്കും പല ഒപ്പീനിയൻ ഉണ്ടാവും. ഞാൻ ആദ്യം ഓർത്തത് ഇന്ത്യയുടെ
ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി ആയിരിക്കും. പിന്നെയാണ് മനസ്സിലായത് ഫുട്ബോൾ ടീമിന്റെ അല്ല, ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സിയാണ്. ബാറ്റ് സൈൻ ചെയ്ത ബാറ്റ് വരെ കൊടുത്തു. ഓക്കെ, പക്ഷെ സത്യം പറഞ്ഞ ഈ മെസ്സിയുടെ സ്പീച്ച് നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ പറ്റാണ്ടായില്ല. കാരണം ഒന്നാമതെ പുള്ളിക്കാരന്റെ സൗണ്ട് ഭയങ്കര ലൈറ്റ് ആണ്. പിന്നെ എന്തോ അത്രയും നേരം ചെവി പൊട്ടുന്ന സൗണ്ട് വെച്ചിട്ട് സ്പീക്കറിന് മെസ്സിയുടെ സ്പീച്ച് മേ ബി എനിക്ക് കേൾക്കാഞ്ഞിരിക്കും, എനിക്കറിയില്ല. സ്പാനിഷിലാണ് പുള്ളി പറഞ്ഞത്, പുള്ളിയുടെ ലാംഗ്വേജിൽ. പക്ഷെ ഒന്നും ക്ലിയർ ആണ്ടായില്ല, സൗണ്ട് ഇടക്കിടക്ക് കേൾക്കണ്ടായിരുന്നു. പക്ഷെ ആ ലാസ്റ്റ് മൊമെന്റ്, സ്പീച്ച് നിർത്തിപ്പോയ മൊമെന്റ്, ആകെപ്പാടെ സ്റ്റേഡിയം സൈലന്റ് ആയിട്ട് ഞാൻ കണ്ടത് നമ്മുടെ നാഷണൽ ആന്തം ചൊല്ലണ സമയത്തും മെസ്സിയുടെ സ്പീച്ചിന്റെ സമയത്തും മാത്രമാണ് ആ സ്റ്റേഡിയം സൈലന്റ് ആയിട്ട് കണ്ടത്. കുറെ നേരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ പോയ ഒരാളാണ് ഞാൻ. അത് വെച്ചിട്ട് കമ്പയർ ചെയ്യണില്ല ഒരിക്കലും. പക്ഷെ അതൊരു 1.5 ക്രൗഡാണ് നമ്മുടെ നാട്ടിലെ ക്രൗഡ്. ആ ഒരു ക്രൗഡിന്റെ 10 ഇരട്ടി സൗണ്ട് ഇവിടെ ഉണ്ട് ആ ചെറിയ സ്റ്റേഡിയത്തിൽ. ഒന്ന് ഓർക്കണേ, നമ്മുടെ മാസീവ് സ്റ്റേഡിയമാണ്, 40,000 പേർക്കുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇവിടെ അത്രയും പേർക്ക് 40,000 പേർക്കൊന്നും ഇവിടെ കപ്പാസിറ്റി ഇല്ല. പക്ഷെ ആ ഒരു മൊമെന്റ്, ലാസ്റ്റ് മെസ്സി എല്ലാവർക്കും ടാറ്റയും പറഞ്ഞ് ബായ് പറഞ്ഞ് പോണ ഒരു മൊമെന്റ്, ഗായ്സ്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മാനിഫെസ്റ്റ് ചെയ്യുക. എന്ത് കാര്യമാണെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഇതെല്ലാം ചെയ്യണത്. ഈ കോൺഷ്യസ് മൈൻഡാണ് നമ്മളെ കൊണ്ട് പറ്റൂല 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 എന്നുള്ള ഒരു ഊള ചിന്ത കൊണ്ടുവന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് ശരിക്കും പവർ. ഈ തൃക്കണ്ണ് അങ്ങനെ ഇങ്ങനെ പറയില്ലേ, മറ്റേ നീ എന്താ ഞാൻ മനസ്സിൽ കണ്ട നീ മാനത്താണെന്നൊക്കെ പറയില്ല, അതൊക്കെ ശരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറാണ്. അതൊരിക്കലും ഡൗട്ട് ചെയ്യില്ല. ജീവിതത്തിന്റെ കാര്യത്തിലാണെങ്കിലും എന്തൊരു കാര്യത്തിലാണെങ്കിലും ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അത് നടന്നു കഴിയാൻ നേരത്തും നടന്നു കഴിഞ്ഞ് ചെറിയൊരു മൊമെന്റ് നിങ്ങൾക്ക് നിങ്ങൾ ലൈഫിൽ കിട്ടി ചെറിയൊരു മൊമെന്റ് ആണെങ്കിലും രാത്രി കിടക്കണ സമയത്ത് നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് യു പറഞ്ഞ് കിടക്കുക. നമ്മൾ ആഗ്രഹിക്കണ ഈ ഭൂമി മൊത്തം ലോകം മൊത്തം നമ്മുടെ ഒപ്പം നിൽക്കുന്ന പറയില്ല, അതിനാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. മാനിഫെസ്റ്റിംഗ് കുറെ വായിച്ച് അങ്ങനെ കിട്ടിയൊരു ഇതാ, പക്ഷെ അത് ജീവിതത്തിൽ ഇതായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ്, അതാണ് ഇന്നത്തെ വീഡിയോ. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വന്നപാടെ ഞാൻ എടുത്തില്ല. ഇതിപ്പോ പിറ്റേ ദിവസമാണ് ഞാനിപ്പോ ഷൂട്ട് ചെയ്യണത്. കാരണം ആ ടൈമിൽ ഞാൻ ഫുൾ മൈൻഡ് കട്ടായിരുന്നു. മെസ്സിയുടെ ആ ഒരു കാർഡ്, അതൊക്കെ ഒരു മെമ്മറി ആയിട്ട് തന്നെ വീട്ടിലിരിപ്പുണ്ട്. അത് ഷോക്കേസിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ്, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുക. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഫുള്ള് നടക്കും, ഒന്നും ഒരിടത്തും നടക്കാതെ പോവില്ല. കാരണം നിങ്ങൾ സൂപ്പറാ, നിങ്ങൾക്ക് അതിനുള്ള പവർ ഉണ്ട്, നിങ്ങൾ അടിപൊളിയാ. ഓക്കെ, ചിരിക്കുക, സന്തോഷിക്കുക, ജീവിതത്തിൽ എപ്പോഴും അടിപൊളിയായിട്ടിരിക്കുക. ഒരു നെഗറ്റീവ് തോട്ട്സും വേണ്ട, എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ദിസ് ഈസ് അശ്വിൻ വ്ലോഗ്സ് സൈനിങ് ഓഫ്. ബൈ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ കാർഡ്, നല്ല മെറ്റൽ കാർഡ്, അടിപൊളി സാധനം, ഒരു മെമ്മറിയാണ് ഗൈസ്. കാരണം ഇത് അവിടെ കുറെ പേര് കിട്ടി, പക്ഷെ ഇത് എനിക്ക് കിട്ടാൻ നേരമ്പോഴേക്ക് ഇത് ഓൾമോസ്റ്റ് ചിലപ്പോൾ എനിക്ക് തന്ന വോളണ്ടിയറിന്റെ കയ്യിൽ തീർന്നതായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ കണ്ടത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചൊരു ഒരു ലേഡി, പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ ഇതിൻ്റെ കാർഡ് തീർന്നിട്ട് 2-3 തന്നെ ബാക്കിയുണ്ടായില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടി പ്രീമിയം കാർഡ് ഗൈസ്, മെസ്സി.